ഹായ് ഹലോ ലേൺ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. കല്യാണം കഴിഞ്ഞ സ്ത്രീകളോട് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലൊക്കെ നിൽക്കുന്ന ഗേൾസിനോട് പുരുഷന്മാർ ചില കാര്യങ്ങൾ വളരെ തന്ത്രപൂർവ്വം പറയാറുണ്ട്. റിലേഷൻഷിപ്പിലുള്ള പെൺകുട്ടികളെ അവിടെ നിന്നും ബ്രേക്കപ്പ് ചെയ്യിച്ച് തൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും ചില പുരുഷന്മാർ ശ്രമിക്കാറുണ്ട്. ഇതൊക്കെ ചെയ്യാനായി പുരുഷന്മാർ സ്ത്രീകളെ പ്രലോഭിപ്പിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും പറയും. എന്തൊക്കെയാണ് ഈ കാര്യങ്ങൾ എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, നിന്നെ പോലെ ഒരാളെ ഞാൻ ആഗ്രഹിച്ചത്, അല്ലെങ്കിൽ യു ആർ മൈ ഡ്രീം ഗേൾ. ഇതായിരിക്കും ആ ഒരു പുരുഷൻ നിങ്ങളോട് പറയുക. എൻ്റെ ലവർ എന്നെ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് എന്നോട് തീരെ സ്നേഹമില്ല, അവൾ വേറെ ഏതോ ലോകത്താണ്, എനിക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പോലും ആ ഒരു വീട്ടിൽ ആരുമില്ല. എന്താണെന്നറിയില്ല, നിന്നോട് സംസാരിക്കുമ്പോൾ കുറച്ചൊക്കെ ഒരു ആശ്വാസം കിട്ടുന്നു, നിന്റെ കൂടി ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ വിഷമങ്ങളൊക്കെ മറക്കുന്നു. ഇങ്ങനെയൊക്കെ ആയിരിക്കും ആ ഒരു വ്യക്തി നിങ്ങളോട് സംസാരിക്കുക. അപ്പോൾ എല്ലാ ഗേൾസും ഓർക്കുക, ഇങ്ങനെയൊക്കെ ആ ഒരു വ്യക്തി നിങ്ങളോട് പറയുന്നുണ്ട് എങ്കിൽ അത് വെറുതെ നിങ്ങളെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി മാത്രം പറയുന്ന കാര്യമാണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ്. ഇനി സെക്കൻഡ് പോയിന്റ് എന്താണെന്ന് നോക്കാം. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്, നിന്നെ കണ്ടാൽ ആരാ നോക്കാത്തത് എന്നുള്ളൊരു ഡയലോഗാണ്. അതായത്, നീ എന്ത് സുന്ദരിയാണ്, നിന്നെ കണ്ടോണ്ടേ ഇരിക്കാൻ തോന്നും. ഗേൾസിന് പൊതുവെ അവരുടെ സൗന്ദര്യത്തിനെ കുറച്ചൊന്ന് പൊക്കി പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഈ ഒരു കാര്യം വീണ്ടും വീണ്ടും കേൾക്കാൻ വേണ്ടിയിട്ട് അവൾ അവൻ്റെ പുറകെ നടക്കും. അതായത് മെസ്സേജ് അയക്കും, വിളിക്കും, ഇങ്ങനെയൊക്കെ ചെയ്യും. എന്നാൽ ഇതിന് വേണ്ടിയിട്ടാണ് ആ ഒരു പുരുഷൻ ഈ ഒരു കാര്യം നിങ്ങളോട് പറയുന്നത് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത്, നിങ്ങളായിട്ട് അവൻ്റെ അടുത്തേക്ക് ചെല്ലണം. അതിന് വേണ്ടിയിട്ട് വെറുതെ പറയുന്നതാണ് നിന്നെ കണ്ടാൽ ആരാ നോക്കാത്തത് എന്നുള്ളൊരു ഡയലോഗും കാര്യങ്ങളൊക്കെ. ഇനി ഒരു കാര്യം എല്ലാവരും പ്രത്യേകം ഒന്ന് ഓർക്കുക. കല്യാണം കഴിഞ്ഞ സ്ത്രീകളോട് ഒരിക്കലും പുരുഷന്മാർക്ക് റിയൽ ആയിട്ടുള്ള ഒരു സ്നേഹം തോന്നത്തില്ല. അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കും പുരുഷന്മാർ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ പിറകെ നടക്കുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ തേനേന്നോ പാലേന്നോ മുത്തേന്നോ ഒക്കെ വിളിക്കും. സ്ത്രീകൾ വേണം സ്ത്രീകളെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു കാര്യം എല്ലാവരും ഒന്ന് ഓർത്തിരിക്കുക. നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ലവർ നിങ്ങൾ എങ്ങനെ സ്നേഹിക്കുന്നു അതേപോലെ വേറൊരു പുരുഷനും നിങ്ങളെ പിന്നെ സ്നേഹിക്കാൻ പറ്റത്തില്ല. ഈ ഒരു കാര്യം എല്ലാവരും എപ്പോഴും ഒന്ന് ഓർമ്മയിൽ വെക്കുക. ഇനി തേർഡ് പോയിന്റ് എന്താണെന്ന് നോക്കാം. നമ്മുടെ തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് സെൻറ്റിമെൻ്റൽ ആയിട്ടുള്ളൊരു ടോക്കാണ്. അതായത്, ആ ഒരു വ്യക്തിയുടെ വൈഫിനെ കുറിച്ചിട്ട് പറയും. അതായത്, അവൾക്ക് തീരെ സ്നേഹമില്ല, എനിക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്തു തരുന്നില്ല, അല്ലെങ്കിൽ പറയും ആ ഒരു വ്യക്തിയുടെ എക്സിനെ കുറിച്ചിട്ട്. ആ ഒരു എക്സിനെ വേണ്ട എന്ന് വെച്ചിട്ട് പോയത് അല്ലെങ്കിൽ ഇട്ടിട്ട് പോയത് ചിലപ്പോൾ ഈ ഒരു വ്യക്തിയായിരിക്കും. പക്ഷെ നിങ്ങളോട് പറയുമ്പോൾ എപ്പോഴും ആ ഒരു പെൺകുട്ടിയുടെ കുറ്റമായിട്ടാണ് പറയത്തുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഒരു പെൺകുട്ടി, റിലേഷൻഷിപ്പിലുള്ള ഒരു പെൺകുട്ടിയുടെ കുറേ കുറ്റങ്ങൾ, ഇതെല്ലാം സെൻറ്റിമെൻ്റലായിട്ടായിരിക്കും നിങ്ങളോട് പറയുക. ഇത് കേട്ടിട്ട് പാവം തോന്നി നിങ്ങൾ അവരിലേക്ക് അടുക്കണം. അതായത്, ഈ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും നിങ്ങൾ മെസ്സേജ് അയക്കും, അല്ലെങ്കിൽ അവരെ വിളിക്കും, അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടി വിളിക്കും, മെസ്സേജ് അയക്കും. ഇതൊക്കെയാണ് ആ ഒരു പുരുഷന് വേണ്ടത്. അതിനുവേണ്ടി മാത്രമാണ് ഇങ്ങനത്തെ സെൻറ്റിമെൻ്റൽ ടോക്കുകളൊക്കെ ആയിട്ട് നിങ്ങളുടെ പിറകെ അവർ വരുന്നത്. അപ്പോൾ സ്ത്രീകൾ ഇതൊക്കെ ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. നമ്മുടെ ഫോർത്ത് പോയിന്റ് എന്താണെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്തേക്കണേ. അതേപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് കൂടി ചെയ്യണേ. നമ്മുടെ ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് ഓവറായിട്ടുള്ളൊരു കെയറിങ് ആയിരിക്കും. അതായത്, ഇപ്പോൾ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞവരായിക്കോട്ടെ, അവരുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ ലവർ കുറച്ചൊക്കെ ജോലി തിരക്കൊക്കെയാണ് എങ്കിൽ ഒരിക്കലും പഴയതുപോലെ ഇങ്ങനെ ഓവറായിട്ട് കെയറിങ്ങും കാര്യങ്ങളൊന്നും കൊടുക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ സാധിക്കാതെ പോയിരിക്കാം. അതായത്, നിങ്ങൾ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തേനെ പാലെ പൊന്നെ എന്നൊക്കെ വിളിച്ചിരുന്ന ആൾക്ക് ഇന്ന് അത്രയ്ക്ക് സമയമൊന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിലേക്ക് ഈ ഒരു വ്യക്തി ഇടിച്ചു കയറും. എന്നിട്ട് നിങ്ങൾ നന്നായിട്ട് കൊഞ്ചിക്കും, നന്നായിട്ട് കെയർ ചെയ്യും. ഇവിടെ ഈ ഒരു വ്യക്തിയുടെ ആവശ്യമെന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് കയറി പറ്റണം. അതിനു വേണ്ടിയിട്ട് ഇല്ലാത്ത കെയറും സ്നേഹവും ഒക്കെ ഈ ഒരു വ്യക്തി നിങ്ങളോട് കാണിക്കും. പക്ഷേ ചില സ്ത്രീകൾ ഈ ഒരു സ്നേഹം ശരിക്കും ഉള്ളതാണ് അല്ലെങ്കിൽ റിയലാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് അവരെ വിശ്വസിക്കും. ഇതാണ് അവർക്കും വേണ്ടത്. അതുകൊണ്ട് ഈ ഒരു കാര്യം എല്ലാവരും പ്രത്യേകം ഒന്ന് ഓർക്കുക. ഇനി നമ്മൾ ഫിഫ്ത്ത് പോയിന്റ് എന്താണെന്ന് നോക്കാം. ഫിഫ്ത്ത് പോയിന്റ് എന്ന് പറയുന്നത്, നിന്റെ ഭർത്താവിൻ്റെ ഒരു ഭാഗ്യം അല്ലെങ്കിൽ
നിന്നെ കെട്ടാൻ പോകുന്ന ആ ഒരു ചെറുക്കൻ്റെ ഒരു ഭാഗ്യം എന്നൊക്കെയായിരിക്കും നിങ്ങളോട് പറയുക. അതായത് നീ എന്ത് നല്ല പെൺകുട്ടിയാ, എത്ര നല്ല സ്വഭാവമാണ് നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിന്നെ പോലെ ഒരു കുട്ടിയെ, അല്ലെങ്കിൽ നിന്റെ ഈ സ്വഭാവമുള്ളൊരു കുട്ടീനെയാണ് എനിക്ക് വേണ്ടത്, അതിന് കിട്ടുമോ എന്നൊന്നും അറിയില്ല, ഇങ്ങനെയൊക്കെ അവർ പറയും. ഇതൊരു സെൻറ്റിമെൻ്റൽ ടോക്ക് തന്നെയാണ്. നിങ്ങളൊന്ന് പുകഴ്ത്തി പറയുക, അപ്പോൾ നിങ്ങൾക്ക് എന്താണെങ്കിലും അവരോടൊരു ഇഷ്ടം തോന്നും. അതാണ് അവർക്കും വേണ്ടത്. ഇങ്ങനെ വേണ്ടാത്ത കുറച്ച് കോംപ്ലിമെൻറ്റ്സ് ഒക്കെ തന്നിട്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് കയറി പറ്റാനും അവർ ശ്രമിക്കും. ഇതാണ് നമ്മുടെ 5th പോയിന്റ്. ഇനി 6ാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം. 6th പോയിന്റ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനാണ്. നമുക്കറിയാം ഗേൾസിനൊക്കെ ആണെങ്കിൽ നന്നായിട്ട്, അല്ലെങ്കിൽ സ്ത്രീകൾക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് നന്നായിട്ട് സംസാരിക്കാൻ. ഈ ഒരു പുരുഷൻ ഇവിടെ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് സംസാരിക്കുമ്പോൾ എല്ലാം അങ്ങോട്ട് ഓപ്പണായിട്ട് പറയാൻ വേണ്ടി തുടങ്ങും. ഇനി പറയുന്നത് കൂടുതലും കള്ളമൊക്കെ ആയിരിക്കും. പക്ഷേ ഈ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ സ്ത്രീ ചോദിക്കാതെ തന്നെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറയുമ്പോൾ, അല്ലെങ്കിൽ കള്ളമൊക്കെ സത്യമാണ് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അവർ പൊതുവെ അതങ്ങ് വിശ്വസിച്ച് പോകും. കാരണം ആ ഒരു വ്യക്തിയോട് ഒന്നും ചോദിക്കുന്നില്ല, പക്ഷെ എല്ലാ കാര്യങ്ങളും പറയുന്നു. അതും എല്ലാം ഭയങ്കര സങ്കടം അല്ലെങ്കിൽ സെൻറ്റിമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്താണെങ്കിലും കുറേ അധികം സ്ത്രീകളെങ്കിലും അതൊക്കെ ഇങ്ങ് വിശ്വസിച്ച് പോകും. അപ്പോൾ ഈ സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ ഓർക്കുക, ഈ ഒരു വ്യക്തി എത്ര പാവമാണ്, എത്ര നല്ലവനാണ് എന്നൊക്കെയാണ്. എന്നാൽ ശരിക്കും ആ ഒരു പുരുഷൻ ഈ സ്ത്രീകളെ അത് വെറുതെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി മാത്രം പറയുന്ന വാക്കുകളാണ്. ഇതും എല്ലാവരും ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി 7th പോയിന്റ് എന്താണെന്ന് നോക്കാം. 7ാമത്തെ പോയിന്റായിട്ട് വരുന്നത് ഡ്രസ്സിങ് ആണ്. അതായത് ഈ ഒരു പുരുഷൻ ഒന്നും അറിയാത്തതുപോലെ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഡ്രസ്സിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങും. നിനക്ക് നല്ല ചുരിദാർ, അല്ലെങ്കിൽ ഇപ്പോൾ ചുരിദാറല്ല സാരി ഉപയോഗിക്കുന്നവരാണ് എങ്കിൽ പറയും നിനക്ക് നല്ല നല്ല സാരികളാണ് ചേരുന്നത്, നീ സാരിയൊക്കെ എടുത്ത് വരുമ്പോൾ അല്ലെങ്കിൽ ചുരിദാറൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്കും നല്ല രസമാണ് നിന്നെ കാണാൻ, നീ പ്രത്യേകിച്ച് സുന്ദരി ആയതുകൊണ്ട്. ഈ സുന്ദരി എന്നുള്ളൊരു വാക്ക് അവർ വീണ്ടും വീണ്ടും, അതായത് റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കും. പിന്നീട് ചോദിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ഏത് കളർ ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്. നിങ്ങൾ ഏത് കളർ പറഞ്ഞാലും ആ ഒരു വ്യക്തി പറയുക നിങ്ങൾക്ക് ആ ഒരു കളർ ചേരും എന്ന് മാത്രമായിരിക്കും. പിന്നെ ആ കൂടെ എന്തെങ്കിലും, അതായത് വേണ്ടാത്ത കുറച്ച് കാര്യങ്ങൾ കൂടി അവർ എടുത്തിടും മനഃപൂർവ്വം. നിങ്ങളതൊന്ന് ചിരിക്കുക അല്ലെങ്കിൽ നിങ്ങളത് തമാശയായിട്ട് എടുക്കുകയാണ് എങ്കിൽ പിന്നെ ഇവർ ഈ വർത്തമാനം കൂട്ടത്തേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഒരു കാര്യം എല്ലാ ഗേൾസും അല്ലെങ്കിൽ എല്ലാ സ്ത്രീകളും ഒന്ന് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇനി 8ാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം. 8ാമത്തെ പോയിന്റായിട്ട് വരുന്നത് വിശ്വസ്തത പിടിച്ചു പറ്റാൻ ശ്രമിക്കും എന്നതാണ്. അതായത് തന്നെ വിശ്വസിക്കാൻ കൊള്ളും, നിങ്ങൾ പറയുന്ന ഒരു കാര്യവും ഞാൻ ആരോടും പറയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സ്ത്രീകളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ഫുള്ള് ചോദിച്ച് അറിയും. ഇത് കേട്ടിട്ട് കുറച്ച് സെൻറ്റിമെൻറ്റ്സ് കൂടി അവരവിടെ ഇറക്കുകയും ചെയ്യും. അതുകൊണ്ട് ഏതെങ്കിലും പരിചയമില്ലാത്തൊരു പുരുഷൻ വന്നിട്ട് നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ മാത്രമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചറിയാൻ വരികയാണ് എങ്കിൽ എല്ലാവരും അവരൊന്ന് മാറ്റി നിർത്തിക്കോണം. ഇനി 9ാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം. 9ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മണിയാണ്. അതായത് പൈസ ഉണ്ട് എന്നങ്ങോട്ട് പറഞ്ഞ് വിശ്വസിപ്പിക്കും. അത് കണ്ടിട്ടെങ്കിലും നിങ്ങൾ പുറകെ വരുവാണെങ്കിൽ വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു വ്യക്തിക്ക് ഒരുപാട് പൈസയുണ്ട് അല്ലെങ്കിൽ ഒരുപാട് സ്ഥലമുണ്ട് എന്നൊക്കെ പറയുന്നത്. ഇത് വെറുതെ പറയുന്നതുമാണ്. അതായത് സ്ത്രീകൾക്ക് പൊതുവെ കുറച്ച് റിച്ചായിട്ടൊക്കെ ജീവിക്കാനാണ് താല്പര്യം. അതായത് നല്ല ഡ്രസ്സൊക്കെ വാങ്ങി ധരിക്കുക, അത്യാവശ്യം ഷോപ്പിങ്ങിനൊക്കെ പോകുക, ഇതൊക്കെ അറിയാവുന്ന ഒരു വ്യക്തി മാക്സിമം ആ ഒരു വ്യക്തി റിച്ചാണ് എന്ന് നിങ്ങളെ അങ്ങോട്ട് പറഞ്ഞ് വിശ്വസിപ്പിക്കും. ആ വ്യക്തിയുടെ പൈസ കണ്ടിട്ടെങ്കിലും നിങ്ങൾ അവരുടെ പുറകെ ഒന്ന് പോകണം. അതിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കും ഈ ഒരു കള്ളം അവർ വെറുതെ പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ഒന്ന് ഓർക്കുക. ഇനി 10ാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. 10ാമത്തെ കാര്യമായിട്ട് വരുന്നത് ആസ്കിങ് ഡൗട്ട്സ് ആണ്. അതായത് സ്ത്രീകളോട് തന്നെ സ്ത്രീകളുടെ കുറച്ചധികം ഡൗട്ടുകൾ ചോദിക്കും. ഈ ചോദിക്കുന്ന കാര്യം അത്രയ്ക്ക് നല്ല കാര്യമൊന്നും ആയിരിക്കില്ല, പക്ഷേ ഇതൊന്നും അറിയാത്ത രീതിയിലായിരിക്കും ആ ഒരു വ്യക്തി നിങ്ങളോട് ചോദിക്കുക. അതുകൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തി, അത് നിങ്ങൾക്ക് പരിചയമുള്ളവരായിക്കോട്ടെ പരിചയമില്ലാത്തവരായിക്കോട്ടെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഹസ്ബൻഡ് വൈഫൊക്കെ ആയിട്ട് താമസിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി പുറത്തുനിന്ന് വന്നിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളോട് ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിയായിട്ട് നല്ലൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന ബോയ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ വൈഫിന്, അതേപോലെ തന്നെ നിങ്ങളുടെ സിസ്റ്ററൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയി തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.